എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരോട് തൻ്റെ ഗിരിപ്രഭാഷണത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളും മാനവ ജീവിത ധർമ്മങ്ങളും മർമ്മങ്ങളും വിശ്വാസ മൂല്യങ്ങളും വിശ്വാസികളുടെ പ്രത്യേകതകളും ശിഷ്യന്മാർ അനുസരിക്കേണ്ട കാര്യങ്ങളും മറ്റുള്ളവർക്ക് നല്ല മാതൃകയായി ജീവിക്കേണ്ട വിധങ്ങളും യേശുക്രിസ്തു ദൈവജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. ഈ വാക്യത്തിൽ 2 കാര്യങ്ങളാണ് യേശു നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. 1, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 2, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം. ഇതിൽ 1-ാമത്തെ കാര്യമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മനുഷ്യനെ നോക്കി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത്? പ്രിയമുള്ളവരെ, നമുക്കറിയാം സമുദ്രജലം വറ്റിച്ചെടുത്താണ് ഉപ്പുണ്ടാക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരം മുതൽ ദരിദ്രന്റെ കുടിൽ വരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ് ഉപ്പ്. ഈ ഉപ്പിന് ഒത്തിരി ഗുണങ്ങൾ ഉള്ളതാണെന്നും ആ ഗുണങ്ങളെല്ലാം മനുഷ്യരിലുണ്ട് എന്നും യേശുക്രിസ്തു കണ്ടു. ഉപ്പിൻ്റെ ചില പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. 1, ഉപ്പ് ഭക്ഷണ പദാർത്ഥത്തെ രുചികരമാക്കുന്നു. അതുപോലെ എല്ലാവരുടെയും ജീവിതങ്ങളെ അർത്ഥമുള്ളതും സന്തോഷപ്രദവും വിജ്ഞാനപ്രദവും രുചികരവുമാക്കി തീർക്കുവാൻ മനുഷ്യന് കഴിയും. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ആത്മഹത്യ ചെയ്യുവാൻ പോകുന്ന വ്യക്തി പോലും ദൈവമക്കളിൽ നിന്ന് ദൈവവചനം കേട്ട് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മീയ ചൈതന്യമുള്ളവരായി ജീവിക്കുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. 2, ഉപ്പ് ഭക്ഷണ പദാർത്ഥങ്ങളെ കേടുകൂടാതെ സംരക്ഷിക്കുന്നു. മനുഷ്യ ജീവിതങ്ങളെ ഭയത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിന്നും പ്രതികാര മനോഭാവത്തിൽ നിന്നും നാശകരമായ ജീവിതശൈലിയിൽ നിന്നും ദൈവവചനത്തിലൂടെ മോചനം നൽകുവാനും സന്തോഷകരമായി ജീവിക്കാനുള്ള നിർദ്ദേശം നൽകി സംരക്ഷിക്കുവാനും മനുഷ്യന് കഴിയും. 3, പാറ പോലെ ഉറച്ചു കിടക്കുന്ന സ്ഥലങ്ങളെ ഉപ്പ് മൃദുലമാക്കുന്നു. അതുപോലെ കഠിന ഹൃദയമുള്ളവരെ ദൈവവചനം നൽകി മാംസള ഹൃദയം ഉള്ളവരാക്കി തീർക്കുവാൻ മാനസാന്തര സുവിശേഷം മൂലം മനുഷ്യർക്ക് കഴിയുന്നു. 4, ഉപ്പ് മരുന്നിൻ്റെ ഗുണം ചെയ്യുന്നു. പല്ലുവേദന മാറുവാനും നീർദോഷം മാറുവാനും ഉപ്പുവെള്ളം ചൂടാക്കി നാം ഉപയോഗിക്കാറുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ അവരെ അനുഗ്രഹിച്ചത് ഇപ്രകാരമാണ്: ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പീൻ. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. 5-ാമതായി, ഉപ്പ് കൃമികീടങ്ങളെ നശിപ്പിക്കുന്നു. ഈ കാലഘട്ടത്ത് വ്യാപകമായി കാണുന്ന ഒച്ചിനെ പൂർണ്ണമായി നശിപ്പിക്കുവാൻ ഉപ്പിന് കഴിയുന്നു. തെങ്ങിലുള്ള ചെല്ലി മുതലായ കീടങ്ങളെ നശിപ്പിക്കുവാനും ഉപ്പ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യജീവിതത്തെ കാർന്നു തിന്നുന്ന മദ്യം, മയക്കുമരുന്ന്, ചീട്ടുകളി, മൊബൈൽ ഗെയിം മുതലായ നാശകരമായ കൃമികീടങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ ദൈവവചനത്തിലൂടെ മനുഷ്യർക്ക് സാധിക്കുന്നു. 6, യാഗവസ്തുക്കളിൽ ഉപ്പ് ചേർക്കുന്നു. ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിന്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത്. എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം. യാഗവസ്തുക്കളിൽ ഉപ്പ് ചേർക്കുന്നത് പോലെ മനുഷ്യജീവിതം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിതമായി ക്രമീകരിക്കേണ്ടത് ആവശ്യമാണെന്ന് ഇതിനാൽ യേശു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 7, ഉപ്പ് സ്വയം അലിഞ്ഞ് വളമായി തീരുന്നു. തെങ്ങിനും മറ്റും വളമായി ഇടുന്നത് നാം കണ്ടിട്ടില്ലേ? അതുപോലെ മറ്റുള്ളവരുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ
ദൈവമക്കളോട് യേശു ആഹ്വാനം ചെയ്യുന്നു. 8. ഉപ്പ് നന്ദിയുടെ സൂചകമായി കാണുന്നു. സദ്യയിൽ ആദ്യമായി വിളമ്പുന്നത് ഉപ്പാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടും മറ്റ് എല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം എന്ന് യേശു പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഉപ്പിന് ഉള്ളതുപോലെയുള്ള എല്ലാ ഗുണങ്ങളും മനുഷ്യർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു മനുഷ്യനെ നോക്കി നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ ജീവിതം ഉപ്പിനെ പോലെ പ്രയോജനമുള്ളതായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.